ഹായ് എല്ലാവർക്കും നമസ്കാരം. അനൂസ് കിച്ചൺ വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വെണ്ടയ്ക്ക ഉപയോഗിച്ചിട്ടുള്ള ഒരു ഡിഷാണ് ഉണ്ടാക്കുന്നത്, അതായത് വെണ്ടയ്ക്ക മസാല. നോർത്ത് ഇന്ത്യയിലൊക്കെ ഫേമസ് ആയിട്ടുള്ള ഒന്നാണിത്. ബിണ്ടി മസാല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ചോറിനോടും ചപ്പാത്തിൻ്റെ കൂടെ ഒക്കത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റും. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇപ്പം ഞാനൊരു 6-7 വെണ്ടയാട്ടോ എടുത്തിട്ടുള്ളത്. കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇതിലേക്ക് നമുക്ക് ആദ്യം തന്നെ ഞാനിപ്പോൾ 1 ടീസ്പൂൺ, ഇത് കടലമാവാണ്, 1 ടീസ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത്രയും മതി. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നു. ഇനി ഈ വെണ്ടയിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ്, നമ്മളിനി ഗ്രേവിയിലും ഉപ്പ് ചേർക്കും. ഇതിനി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളൊരു പാത്രം ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്, ഒരു പാന്. അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു വെണ്ട ഉണ്ടല്ലോ, അത് ഇതിലിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള എണ്ണ മാത്രമേ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. ജസ്റ്റ് കളറൊക്കെ ഒന്ന് മാറി വരണം. അപ്പം നമ്മളെ വെണ്ട ഇപ്പോൾ കണ്ടില്ലേ, റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ വെണ്ട മാറ്റി വെച്ച് ഞാൻ അതേ പാനിൽ തന്നെ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ 1 സവാളയാണ്, ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇത് ചേർത്ത് കൊടുക്കാം. ഈ സവാളയുടെ കളർ നന്നായിട്ട് ചേഞ്ചായിട്ട് വരണം കേട്ടോ. അപ്പോൾ ചെറുതായിട്ട് കളറൊന്ന് മാറി വരുന്ന സമയത്ത് ഞാൻ 2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്, അതുകൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് സവാള ഇപ്പം നന്നായിട്ട് കളറൊക്കെ മാറി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂണ് വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുള്ളതാണ്. പേസ്റ്റും ചേർക്കാൻ കുഴപ്പമൊന്നുമില്ല. ഇനി ആ വെളുത്തുള്ളിയുടെ ആ ഒരു സ്മെല്ല്, പച്ച സ്മെല്ലൊക്കെ ഒന്ന് മാറി വരണം. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യാം. അപ്പോൾ മസാലയൊക്കെ അങ്ങനെ മൂത്ത് വരുമ്പോൾ നമുക്ക് ഇതിപ്പോൾ ഞാൻ 1 ടൊമാറ്റോ, വലിയ ടൊമാറ്റോ മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുത്തതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്താലും മതി. ഇനി നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് ആ ടൊമാറ്റോ ഒക്കെ നന്നായിട്ട് കുക്കായി വരുന്ന വരെ മൂടി വെച്ച് വേവിച്ചെടുക്കാം. നമ്മുടെ ടൊമാറ്റോ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്, കണ്ടില്ലേ, എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചൂടുവെള്ളം, പച്ചവെള്ളമല്ല ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. നമ്മൾ ഇതിലേക്ക് ഇനി തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്.
അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വരുന്ന ആ ഒരു സമയത്ത് നമ്മൾ ഈ ഒരു കപ്പിലാട്ടോ തൈര് എടുത്തിട്ടുള്ളത്, അധികം പുളിയില്ലാത്ത തൈര്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതിപ്പോൾ തിളച്ച് നമ്മളെ ഗ്രേവി തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള വെണ്ടയ്ക്ക കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല, വെണ്ടയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട് കുറച്ച്. അപ്പോൾ അത് നോക്കിയിട്ട് ഇനി വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് ഇത്തിരി കുറവാട്ടോ, ഞാൻ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് മൂടി വെച്ച് വെണ്ടയിലേക്ക് ആ മസാലയൊക്കെ ഒന്ന് പിടിക്കാനുള്ള സമയം. വെണ്ട കുറച്ച് എന്തായാലും നമ്മൾ ഫ്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷെ മസാലയൊക്കെ ഒന്ന് പിടിച്ച് വരാനുള്ള ആ ഒരു സമയം നമുക്കൊന്ന് മൂടി വെക്കാം. അപ്പോൾ നമ്മളെ വെണ്ടയ്ക്കൊക്കെ വെന്തിട്ടുണ്ട്, നല്ല തിക്കായിട്ടുള്ള ഗ്രേവി ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അവസാനമായിട്ട് ഇതിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല എടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാനിപ്പോൾ ഇത് കസ്തൂരി മേത്തിയാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഇതില്ല എന്നുണ്ടെങ്കിൽ മല്ലിയില ചേർത്താലും മതി, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മളെ ബിണ്ടി മസാല, അതായത് വെണ്ടയ്ക്ക മസാല റെഡി ആയിട്ടുണ്ട്. ഇതിൽ നല്ല തിക്കായിട്ടുള്ള ഗ്രേവി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചപ്പാത്തിക്കും അതേപോലത്തെ ചോറിന്, നാനിന് ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സൈഡ് ഡിഷാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എന്തായാലും കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. ബൈ.